അന്ധനായ സഹാബി അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വേറൊരു കാര്യത്തിൽ ഇളവ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കൊടുത്തിരുന്നില്ല. മുസ്ലിമും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് കണ്ണ് കാണില്ല, എന്റെ വീട് വളരെ ദൂരത്താണ്, എന്നെ പള്ളിയിലേക്ക് 5 വക്തും പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റിയ ഒരു ഖായിദ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ നമസ്കരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ മുസ്ലിമിന്റെ റിവായത്തിൽ റസൂലുള്ളാഹി ആദ്യം അയാൾക്ക് ഒഴിവ് നൽകിയതാണ്. അപ്പൊ മദീനത്ത് നമുക്ക് ഈ ഹദീസ് എടുത്ത ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഈ സഹാബി റുഖ്സ ചോദിക്കാൻ, ഒഴിവ് ചോദിക്കാനാ വന്നത്. സാധാരണ ഒഴിവ് എന്ത് വിഷയത്തിലാ ചോദിക്കുക? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകാനല്ലേ ഒഴിവ് ചോദിക്കണ്ടു. മുസ്തഹബായ സുന്നത്തായ കാര്യം ചെയ്യാതിരിക്കാൻ ഒഴിവ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിർബന്ധമായ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് അനുവാദം ചോദിക്കേണ്ടത്, ഒഴിവ് ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സഹാബാക്കളുടെ മനസ്സിൽ ജമാഅത്ത് നമസ്കാരം എന്നത് അവരതിനെ കണ്ടിരുന്നത് ഒരു നിർബന്ധമായ കാര്യമായിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒഴിവ് ചോദിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ഒഴിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു നിർബന്ധമായ ബാധ്യത പോലെ പുരുഷന്മാർക്ക് അള്ളാഹും റസൂലും നിർബന്ധമാക്കിയ ബാധ്യതയായിട്ടായിരുന്നു ജമാഅത്ത് നമസ്കാരത്തെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഒഴിവ് ചോദിച്ചു. മുസ്ലിമിന്റെ റിവായത്തിൽ കാണുന്നത്, ആദ്യം അദ്ദേഹത്തിന് റസൂലുള്ള ഒഴിവ് നൽകി. തിരിഞ്ഞു പോകാൻ വേണ്ടി പോയപ്പോൾ റസൂലുള്ള വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ തസ്മഉൻ നിദാ, നിനക്ക് അവിടെ നിന്നിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഫലാ അജിദു ലക റുഖ്സ, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിന് മറുപടി നൽകണം, നിനക്കിനി ഒരു ഒഴിവും ഇല്ല എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യമുള്ള, കണ്ണ് കാണാൻ കഴിയുന്ന, ബാങ്ക് വീട്ടിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ആളുകളും കാതു തുറന്ന് ഉണർന്നിരുന്ന് കേൾക്കേണ്ട ഒരു ഹദീസാണ്. ഈ സഹാബിക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട്? കണ്ണ് കാണൂല, വീട് ദൂരത്താണ്, അദ്ദേഹത്തെ പള്ളിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ ഒരു ഖായിദില്ല, ഒരാളില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞെങ്കിൽ, ആരോഗ്യവാന്മാരായ കണ്ണ് കാണുന്നവരായ നമുക്കൊക്കെ ഉള്ള ഉദറ് പിന്നെ എന്ത് ഉദറ? ഒരു ഉദറും ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ നമസ്കാരം നടക്കുന്ന സമയത്ത് എനിക്ക് പകരം വേറൊരു ഇമാമിനെ ഏൽപ്പിച്ചിട്ട് നമസ്കരിക്കാതെ വീട്ടിലിരുന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് പോകാനും അവരുടെ വീടടക്കം അവരെ കത്തിച്ചു കളയാനും ഉദ്ദേശിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റഹ്മത്തുൽ ലിൽ ആലമീന, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി, അങ്ങനെയുള്ള നബി ഞാൻ കത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതായിരിക്കും. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരു മുടക്കവും കാണിക്കരുത്. ജീവനുള്ളിടത്തോളം കാലം ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ടല്ലാതെ, പള്ളിയിൽ വന്നിട്ടല്ലാതെ ഞാൻ നമസ്കരിക്കുകയില്ല, എന്റെ നമസ്കാരം മുഴുവൻ പള്ളിയിൽ വന്ന് ജമാഅത്തോടു കൂടി ആയിരിക്കണമെന്ന് ഉറച്ച നിയത്ത് വെക്കണം.